ബോഡി ഷേമിംഗ് എല്ലാവർക്കും ഉള്ളതാണ്. ഞങ്ങൾ ക്ലാസ്സിലത്തെ മിക്ക കുട്ടികൾക്കും ബോഡി ഷേമിങ്ങും ഈ കളറിന്റെ പേരിലുള്ളതും കിട്ടാറുള്ളത് തന്നെയാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുള്ളതാണ്. ഈ 1.5 മാസം മുമ്പ് ഈ മീറ്റിംഗിന് ശേഷം അവന്റെ മാതാപിതാക്കൾ മീറ്റിംഗിന് വന്നില്ല എന്ന് പറഞ്ഞിട്ട് ഉണ്ടായൊരു ഇതിലും പിന്നെ എന്തുകൊണ്ട് വന്നില്ല എന്ന് ചോദിച്ചിട്ട് അത് എന്നോടും ചോദിച്ചായിരുന്നു, അവനോടും ചോദിച്ചായിരുന്നു. അപ്പോൾ ഈ സർജറിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇവൻ എഴുതിയത് പൊട്ടത്തെറ്റാണ്, അങ്ങനെ ഒരു ടോക്ക് വന്നിട്ടാണ് അവന്റെ പേപ്പർ സാറ് ക്ലാസ്സിൽ നിന്ന് എടുപ്പിച്ചത്. അത് ഒരു സ്റ്റുഡന്റിനെ വിട്ട് പേപ്പർ കൊണ്ടെടുപ്പിച്ചത്. എന്നിട്ടാണ് ഈ പേപ്പറിൽ ഓരോ വാക്കുകൾ ഇങ്ങനെ വായിച്ചും ഓരോരോ അക്ഷരങ്ങൾ ഇങ്ങനെ വായിപ്പിച്ചിട്ടും അവനെ അങ്ങനെ കളിയാക്കിയത്. അതിലാണ് അവൻ ബേസ്റ്റ് ഔട്ട് ആയിട്ട് ഇങ്ങനെ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി പോകുന്ന ഇത് വന്നത്. അപ്പോഴാണ് സാറിന് പോലും അറിയായിരുന്നു അവൻ 2 മാസത്തോളം ലീവ് ആയിരുന്നു, ക്ലാസ്സിലൊന്നും അറ്റൻഡ് ചെയ്തിട്ടില്ല എന്ന് റാം സാറിന് തന്നെ അറിയായിരുന്നു. എന്നിട്ടും വീണ്ടും വീണ്ടും അവനെ ടോർച്ചർ ചെയ്യുന്ന പോലെയാണ് തോന്നിയത്. 1 മാസം മുന്നേ ഇല്ല, അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻസ് വന്നിട്ടില്ല. എന്താണോ നിങ്ങൾക്ക് പറയാനുള്ളത് അത് പറഞ്ഞു. പോലീസിനോടായാലും എവിടെയായാലും പറഞ്ഞു. മൊഴിയെടുത്തായിരുന്നു, പോലീസുകാർ മൊഴിയെടുത്തായിരുന്നു, യൂണിവേഴ്സിറ്റിക്കാർ മൊഴിയെടുത്തായിരുന്നു. ആരോടൊക്കെ എന്തൊക്കെയാണ് നിങ്ങൾക്ക് പറയാനുള്ളത് എല്ലാം പറഞ്ഞോളൂ എന്നല്ലാണ്ട് വേറൊന്നും ഞങ്ങൾക്ക് റെസ്ട്രിക്ഷൻസ് പറഞ്ഞിട്ടില്ല. പ്രിൻസിപ്പളായാലും മാനേജ്മെന്റിനായാലും അതെ, നമുക്ക് ഒരു പേടിയുണ്ട്. അഫിലിയേഷന്റെ കാര്യം നമുക്ക് പേടിയുണ്ട്. കാരണം ഇത്രയും സ്റ്റുഡൻസിന്റെ ലൈഫ് പോകുന്ന ഒരു കാര്യമാണ്. അപ്പം അത് കാണുന്ന സാധനം തന്നെയാണ് അത്. ഞങ്ങൾ അത് ടെൻഷനുണ്ട്. ഞങ്ങൾക്ക് ഞങ്ങളെ ലൈഫിന് എന്താണ് ഒരു ഇല്ല മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്ന് ഒരു പ്രഷറും അങ്ങനെ തന്നിട്ടില്ല. പക്ഷെ ദൃശ്യം പുറത്തു വന്നിരുന്നു. പ്രിൻസിപ്പളിന്റെ റൂമിൽ CCTV വിഷ്വൽസ് ആണ്. അതിനകത്ത് ലതാ മാം കൂടാതെ മറ്റു 2 പേർ കൂടിയുണ്ട്. പ്രിൻസിപ്പളും ഒന്ന് കൺസർവിന്റെ HODയും പിന്നെ കോളേജിന്റെ ഡീനും പിന്നെ അനാട്ടമി ഡിപ്പാർട്ട്മെന്റിൽ ഒരു മിസ്സായിരുന്നു. ഇല്ല, ഞങ്ങൾക്കറിയില്ല ആരാന്ന് പോലും അറിയില്ല. അങ്ങനെ ആളുണ്ടോന്ന് പോലും അറിയില്ല. ഈ ഞങ്ങള് അങ്ങനെ പിന്നെ ഗൂഗിളൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയപ്പോ ഈ ന്യൂസിൽ കേൾക്കുന്ന MA ജബ്ബാർ അലി ആ ഒരു പേരെന്നെ ഞങ്ങളും കണ്ടേ ഗൂഗിളൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയപ്പോ. റാഗിങ്ങിന്റെ ഇഷ്യൂ ഇല്ലായിരുന്നു. നമുക്ക് അങ്ങനെ ഫസ്റ്റ് ടൈമിൽ ഇന്ററാക്ഷൻസ് ഉണ്ടായിരുന്നു, സീനിയർ ജൂനിയേഴ്സ് ഇന്ററാക്ഷൻസ് ഉണ്ടായിരുന്നു. ഇല്ലായിരുന്നു പറയില്ല, അതൊക്കെ ജസ്റ്റ് കാഷ്വൽ ആയിട്ടുള്ള പേരെന്താ അങ്ങനത്തെ രീതിയിൽ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ റാഗിങ് ആയിട്ട് ഒന്നുമില്ലായിരുന്നു. അതെ, നല്ല രീതിക്ക് ഹറാസ്മെന്റ് ഉണ്ടായിരുന്നു. മേ ബി അവന് ഇനി ഈ കേസും കൂടെ അറിയുമ്പോൾ എങ്ങനെയായിരിക്കും പാരന്റ്സ് റിയാക്ട് ചെയ്യുക, സ്റ്റുഡൻസ് ആ ഒരു രീതിയിലൊക്കെ വിഷമിച്ചായിരിക്കണം. ഇതും കൂടെ വന്നപ്പം അവന് അത്രയും എന്താണ് ഉണ്ടായത്, അതാണ് മെയിൻ ഇതിന് കാരണമായിട്ട് വരുന്നത് ഞങ്ങളുടെ നിഗമനം.